മുകേഷിന് രാജിയുമായി ബന്ധപ്പെട്ട് CPIയിൽ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നത എന്നുള്ളതാണ്. രാജിവെക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല എന്ന അഭിപ്രായം ഉയരുന്നു. പക്ഷേ ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി എടുത്തിരിക്കുന്ന നിലപാട് രാജി ആവശ്യം കടുപ്പിക്കേണ്ടതില്ല, CPIM ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഗിരീഷ് ഇപ്പോൾ ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഗിരീഷ്, അപ്പോൾ CPI ഒരു ഔദ്യോഗിക നിലപാടായി ഈ രാജി ആവശ്യം ഉന്നയിക്കില്ല എന്നാണോ ഗിരീഷ്? ഉന്മേഷ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട CPIയിൽ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നത ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാജിവെക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഈ അഭിപ്രായം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നും ഇന്നലെയുമൊക്കെയായി മുതിർന്ന നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും എല്ലാം പ്രകടിപ്പിച്ചത്. പൊതുപ്രവർത്തനത്തിൽ ധാർമ്മികത അനിവാര്യമെന്നുള്ളതാണ് CPI ഉയർന്നിരിക്കുന്ന ഒരു പൊതുവികാരം. എന്നാൽ രാജി ആവശ്യം CPIMന്റെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ രാജി ആവശ്യം കടുപ്പിക്കേണ്ടതില്ല എന്നും ബിനോയ് വിശ്വം നിലപാടെടുക്കുന്നു. CPI നേതൃത്വവുമായി ബിനോയ് വിശ്വം സംസാരിച്ചു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. CPIM അതോടൊപ്പം തന്നെ മുകേഷുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് CPI എടുത്തിരിക്കുന്ന നിലപാട്. CPIM എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിയാണ്. അതിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൂടുതലായി തലയിടുന്നത് മുന്നണി സംവിധാനത്തിൽ ഉചിതമാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എടുത്തിരിക്കുന്ന നിലപാട്. ഉന്മേഷ് ഗിരീഷ്, അതോടൊപ്പം തന്നെ ഈ CPIM എന്ത് തീരുമാനമെടുക്കുമെന്നത് കൂടി അറിയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ അവൈലബിൾ സെക്രട്ടറി യോഗത്തിൽ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുകേഷിനോട് ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ളതാണല്ലോ. പക്ഷേ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും, അത്രമാത്രം അല്ലേ? ഉന്മേഷ, ഇക്കാര്യത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുകേഷിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടെന്ന് CPIM തീരുമാനിച്ചിരിക്കുന്നു. CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു ധാരണ ഉണ്ടായത്. എന്നാൽ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും. ഇക്കാര്യം നേരത്തെ തന്നെ പലതവണ നേതാക്കൾ സൂചിപ്പിച്ചിരുന്നതാണ്. മാത്രമല്ല, ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന ഒരാൾ കേസ് രജിസ്റ്റർ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ നയരൂപീകരണ സമിതിയിൽ ഉണ്ടാകുന്നത് അനാവശ്യ കീഴ്വഴക്കമാണ് എന്നുള്ളത് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും. സമിതി ഇതുമായി ബന്ധപ്പെട്ട സമിതി പുനഃസംഘടിപ്പിക്കും. CPI ദേശീയ നേതൃത്വത്തിന്റെ രാജി ആവശ്യം കണക്കിലെടുക്കേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നു. നാളെ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഇതിനുശേഷമാകും CPIMന്റെ ഔദ്യോഗിക നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കാവുന്ന. ഗിരീഷ്, ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ LDFന്റെ കൺവീനറും CPIMന്റെ മുതിർന്ന നേതാവുമായ EP ജയരാജൻ തന്നെ നിലപാട് പറയുന്നുണ്ടായിരുന്നു. കോൺഗ്രസിലെ ഒരു കീഴ്വഴക്കം ചൂണ്ടിക്കാണിച്ചാണ് അവർ ആദ്യം രാജിവെക്കട്ടെ, 2 MLAമാർ, അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അത്തരമൊരു സമീപനം ഉണ്ടായില്ല, അത് ഒരു പ്രതിരോധ കവചമാക്കി മാറ്റിയായിരുന്നു EP ജയരാജൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. അപ്പോൾ അത് CPIMന്റെ ഔദ്യോഗിക നിലപാടായി മാറുന്നു എന്നുള്ളതാണോ ഗിരീഷ്? ഉന്മേഷ, ഇക്കാര്യത്തിൽ CPIMന് ചില വ്യക്തമായ നിലപാടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ മുകേഷ് ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുകേഷിന്റെ നിലപാട്, അതോടൊപ്പം മുകേഷിന്റെ നിലപാടിനെ സാധൂകരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ CPIM സംസ്ഥാന നേതൃത്വത്തിന് മുകേഷ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷ് ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPIM അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ മുന്നണി കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ UDFന്റെ 2 MLAമാർ സമാനമായ കേസിൽ പ്രതികളാണ്. ഇതിൽ ഒരാൾ ജയിലിൽ കിടന്നിട്ടുമുണ്ട്. എന്നിട്ടും ഇവർ MLA സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അനാവശ്യമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ CPIMൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ, അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ വേണമെങ്കിൽ ഇക്കാര്യം ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് CPIM നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. മാത്രമല്ല, ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന മുകേഷിന്റെ അഭിപ്രായത്തെ കൂടി മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ മുകേഷ് തന്നെ CPIM സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരുന്നു. ഏതായാലും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPIM ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. മറ്റൊന്ന്, മുകേഷിനെതിരെ ഉയരുന്ന രാജി ആവശ്യം ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഒരു വിലയിരുത്തലിലേക്ക് CPIM എത്തിയിരിക്കുന്നു. ഇപ്പോഴുണ്ടായ സംഭവങ്ങളെ അതോടൊപ്പം ഇതിനെ മുതലെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ശ്രമിക്കുകയാണ്. ആ വലയിൽ വീഴേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ചേരുന്ന സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷമാകും CPIMന്റെ ഒരു ഔദ്യോഗികമായ നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കാവുന്ന.
ഗിരീഷ്, അപ്പോഴും ഇതിനെ ഏത് നിലയ്ക്ക് വിശദീകരിക്കാനായിരിക്കും CPIM ശ്രമിക്കുക? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോൺഗ്രസ് MLA-മാരുടെ ഉദാഹരണം മാത്രമാണോ, അതോ ഈ പരാതി വന്നപ്പോൾ ശക്തമായ കേസെടുത്ത് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണല്ലോ, കുറ്റക്കാരനെന്ന് തെളിയട്ടെ, ആ ഒരു നിലപാടായിരിക്കുമോ സ്വീകരിക്കുക ഗിരീഷ്? ഉന്മേഷ ആരോപണം ഉയർന്നതിന്റെ പേരിൽ ഒരാൾ രാജിവെക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായത്തിലേക്കാണ് ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് തന്നെയാകും CPM സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ CPM നേതൃത്വം വിശദീകരിക്കുക. ആരോപണം ഉയർന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ യാതൊരു തരത്തിലുള്ള സർക്കാർ ഇടപെടൽ മുകേഷിന്റെ കാര്യത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. പോലീസ് അതിന്റെ സ്വതന്ത്രമായ രീതിയിൽ അന്വേഷണം നടത്തട്ടെ, ഇതിനുശേഷം പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതും. ഇത് തന്നെയായിരിക്കും മറ്റുള്ളവരോട് അല്ലെങ്കിൽ ജനങ്ങളോട് CPM നേതൃത്വം വിശദീകരിക്കുന്നതും. കാരണം മുകേഷിന്റെ കാര്യത്തിൽ പോലീസിന് സ്വതന്ത്രമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ന പോലെ മുകേഷിന്റെ കാര്യത്തിലും പോലീസിനുണ്ട്. പോലീസിന് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ CPM നേതൃത്വം എത്തിയിരിക്കുന്നു. ഇത് തന്നെ ജനങ്ങളോട് വിശദീകരിക്കാൻ തന്നെയാണ് CPM നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതും. പക്ഷേ ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ് വന്നിട്ടുള്ളത്. നാളെ ഒരുപക്ഷെ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് ഉള്ള സെക്രട്ടേറിയറ്റ് യോഗം നടക്കും. ഇതിനുശേഷമാകും ഔദ്യോഗികമായി ഇക്കാര്യങ്ങളൊക്കെ CPM നേതൃത്വം വിശദീകരിക്കുക. ഉന്മേഷ്.